ചില മീറ്റിങ്ങുകളിൽ സംസാരിച്ചിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നോട് ക്ഷമിക്കണം. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. ഞാൻ ദൈവത്തിന് മുമ്പാകെ കരഞ്ഞുകൊണ്ട് പറയും, ഇന്ന് അവിടുത്തെ ആത്മാവ് പരിവർത്തിക്കുന്നത് ഞാൻ കണ്ടില്ല. എന്നിലെന്തോ പ്രശ്നമുണ്ട്. ഇങ്ങനെ എന്നെ വിധിച്ചുകൊണ്ട് ഞാൻ പല കൂട്ടായ്മയിൽ നിന്ന് പോയിട്ടുണ്ട്. എല്ലാ കൂടിവരവിലും ഇന്നലത്തെ മീറ്റിങ്ങിനെ സംബന്ധിച്ച് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങനെ പോകാറില്ല. ശരി, ഇന്ന് ഞാൻ സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചു. ഞാൻ എല്ലാ മീറ്റിങ്ങിൻ്റെ അവസാനം എന്നെ തന്നെ വിധിക്കാറുണ്ട്. എനിക്ക് വചനം സംസാരിക്കേണ്ടി വന്നാൽ ഞാൻ പറയും, കർത്താവേ, അത് പൂർണ്ണമല്ലായിരുന്നു. എന്നാൽ ആ പൂർണ്ണതയിലെത്തുവോളം ഞാനത് വിട്ടുകളയുകയില്ല. ഉദാഹരണത്തിന് എൻ്റെ കുഞ്ഞുങ്ങൾ കണക്കിൻ്റെ പരീക്ഷയ്ക്ക് അവന് 95% കിട്ടി. ഞാൻ പറയും, വളരെ നന്ന്. ഇതിൽ സന്തോഷിക്കരുത്. 100 വാങ്ങണം. 95 കിട്ടി, 100-നായി ശ്രമിക്കുക. അതാണ് എൻ്റെ വഴി. ഞാനവരെ ബുദ്ധിമുട്ടിക്കാറില്ല. ഞാൻ പറയും, നീ വളരെ നന്നായി ചെയ്തു. മറ്റുള്ളവരെക്കാൾ 10 മടങ്ങ് നീ നന്നായി ചെയ്തു. പൂർണ്ണതയ്ക്ക് ശ്രമിക്കുക. പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കുക. നിൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യത്തിലും പൂർണ്ണതയായിരിക്കണം നിൻ്റെ ലക്ഷ്യം. എബ്രായർ 6:2 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ഒരു ഭർത്താവ് പൂർണ്ണതയുള്ള ഭർത്താവാകാൻ ശ്രമിക്കുക. പൂർണ്ണതയെന്ന് പറഞ്ഞാൽ ക്രിസ്തുതുല്യമായ ഒരു ഭാര്യയാകാൻ ശ്രമിക്കുക. ക്രിസ്തുതുല്യനായ ഒരു പിതാവോ ക്രിസ്തുതുല്യയായ ഒരു മാതാവോ, അതായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെയാകാൻ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ എടുത്തെന്ന് വരും. ലക്ഷ്യം അതായിരിക്കണം. ഞാൻ പൂർണ്ണമായിട്ടും ക്രിസ്തുതുല്യനായിട്ടില്ല. ഞാൻ ക്രിസ്തുതുല്യനായ ഒരു പിതാവോ ഒരു ഭർത്താവോ ആയിട്ടില്ല. ഇല്ല. എന്നാൽ ഞാൻ അതിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പത്തേക്കാൾ മെച്ചമായെന്ന് എൻ്റെ ഭാര്യയോ മക്കളോ പറയുമായിരിക്കും, 30-40 കൊല്ലത്തിന് മുമ്പത്തേക്കാൾ. എന്നാൽ ഞാൻ പൂർണ്ണനല്ല. മറ്റാരേക്കാളും കൂടുതൽ എനിക്കതറിയാം. ഞാൻ പൂർണ്ണതയിലേക്ക് മുന്നേറുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, പുതിയ നിയമസഭ പൂർണ്ണമായിട്ടും ക്രിസ്തുവിൻ്റെ മഹത്വം ദർശിച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകളായിരിക്കണം. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവനെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം. അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. എന്നാൽ അവരെ ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഓട്ടത്തിൽ മുന്നേറുന്നവരായിരിക്കണം. ഞാൻ ആളുകളോട് പറയാറുണ്ട്, പ്രിയ സഹോദര സഹോദരി, നിങ്ങളൊരു പക്ഷേ ഒരു സഹോദരിയാണ്. ഒരു മീറ്റിംഗ് നിങ്ങൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. പ്രയാസപ്പെടണ്ട. നീ ആത്മാവുകൊണ്ട് നിറഞ്ഞവളാണെങ്കിൽ, ക്രിസ്തുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ ഇവിടെ വന്ന് ശാന്തമായിട്ടിരിക്കുമ്പോൾ ആ കൂട്ടായ്മയുടെ പുറകിൽ ആ മീറ്റിംഗ് തന്നെ മനോഹരമായി തീരും. കാരണം നിന്റെ സാന്നിധ്യം ആ മീറ്റിങ്ങിലുള്ളതുകൊണ്ട്. നീ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്കറിയാമോ, ചിലപ്പോൾ എയർപോർട്ടിലിരിക്കുമ്പം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്ന ഒരു സ്ത്രീ, അവൾ വളരെ സുഗന്ധമുള്ള പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് അല്പം ദൂരെ ഇരുന്നാലും അതിൻ്റെ സുഗന്ധം നിങ്ങളുടെ മൂക്കി വരും. നിങ്ങൾ ചിന്തിക്കും, എത്ര നല്ലൊരു പെർഫ്യൂമാണത്. അത് ഭൗമികമായിട്ടുള്ളൊരു സുഗന്ധമാണ്. അവിടെ ചുറ്റുമിരിക്കുന്ന പലർക്കും അത് അനുഭവിക്കാൻ കഴിയും. അതുപോലെ ക്രിസ്തുവിൻ്റെ മഹത്വം ഒരു സഭയെ സ്വാധീനിക്കില്ലേ? ആ സെൻറ്റ് പൂശി അവിടെ ഇരിക്കുന്ന ആ സ്ത്രീ അവിടെ വായു തുറന്നില്ല, അവളവിടെ ഇരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും, എന്തോ ഒരു സുഗന്ധം വരുന്നുണ്ടല്ലോ. ഈ സ്ത്രീ അടിച്ച സെൻറ്റിൻ്റെ സുഗന്ധമാണത്. ഞാൻ വിശ്വസിക്കുന്നു, ഒരാൾ വന്നൊരു കൂട്ടായ്മയിലിരിക്കുമ്പോൾ അവന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ഉറപ്പിടിക്കാൻ കഴിയും. 2 കൊരിന്ത്യയിലെ ഇപ്രകാരം പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു പുതിയ നിയമസഭ പണിയാൻ കഴിയുന്നത്? അത് ക്രമമല്ല. ഞാൻ പുതിയ നിയമസഭയുടെ ക്രമത്തെപ്പറ്റി പറയുന്ന അനേക മീറ്റിങ്ങുകളിൽ സംബന്ധിച്ചിട്ടുണ്ട്. 2 കൊരിന്ത്യർ 2-ാം 14-ാമത്തെ വാക്യം. ഒരിക്കലും ഇത് മറക്കരുത്. ഇവിടെ ഇരിക്കുന്ന ആരും ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നവൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ജയകരമായ ജീവിതമാണ്. നിങ്ങളുടെ ഭവനത്തിൽ, നിന്റെ ചിന്താജീവിതത്തിൽ, നിന്റെ സംസാരത്തിൽ, നിന്റെ പെരുമാറ്റത്തിൽ സ്വയത്തെ ത്യജിച്ച് നീ നിന്റെ ഭവനത്തിൽ ജീവിക്കുന്നത്. അതാണ് ക്രിസ്തുവിലുള്ള ജയകരമായ ജീവിതം. അത് നിന്നിൽ സൃഷ്ടിക്കുന്നത് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ്. ആ സ്ത്രീയിൽ നിന്ന് വന്ന സുഗന്ധം പോലെ അത് നിന്നിൽ കൂടെ വെളിപ്പെട്ട് വരണം. തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന ഞാൻ പോകുന്ന എല്ലായിടത്തും വെളിപ്പെട്ട് വരണം. ആ സ്ത്രീ പോയി എവിടെ ഇരുന്നാലും അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവും, ഏതോ ഒരു പുതിയ വില കൂടിയ സെൻ്റടിച്ച് ആരോ ഇവിടെ ഇരിക്കുന്നു. ഒരു പക്ഷേ ഇത് വാങ്ങാനായിട്ട് അവൾ വളരെ പണം ചെലവഴിച്ച് കാണും. നിങ്ങളും അതിനൊരു വില കൊടുക്കണം, ആത്മീക വില. ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. എത്ര മനോഹരമായൊരു പദം! ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന, ക്രിസ്തുവിൻ്റെ ആ വാസന.
ഒന്നാമത് ദൈവത്തിനു വേണ്ടിയാണ്, മനുഷ്യന് വേണ്ടിയല്ല. ഈ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ഒന്നാമത് സ്വർഗീയ പിതാവിന് വേണ്ടിയാണ്. അവൻ എന്നിൽ പ്രമോദിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന അവൻ ആസ്വദിക്കുന്നു. ഞാനത് ആളുകളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്നതല്ല. അത് ദുർഗന്ധമാണ് നീ ആളുകളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ. ആത്മീയമായ ദുർഗന്ധം. ഒന്നാമത് ദൈവത്തിനു വേണ്ടി ഒരു വാസനയായിരിക്കട്ടെ. കർത്താവേ, എൻ്റെ വീട്ടിൽ നീ കാണുന്ന ആ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ഞാൻ എന്നെ നിഷേധിക്കുന്ന വിധത്തിലൂടെ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ നീ അവഗണിച്ച് കളയുന്ന, അതാണ് ആ പദം, അവഗണിക്കുക. ആളുകൾ ചെയ്യുന്ന ആ ചെറിയ കുറ്റങ്ങൾ, അറിയാതെ ചെയ്തു പോയ കാര്യങ്ങൾ, ശരി, കുഴപ്പമില്ല, അവഗണിക്കുക. പലപ്പോഴും നമ്മൾ കൊച്ചു കാര്യങ്ങൾ വലിയ കാര്യങ്ങളാക്കാറുണ്ട്. ചെറിയ ശ്രദ്ധയില്ലാതെ സംഭവിച്ച ഒരു കാര്യം, ഒരുപക്ഷെ നീ ഓഫീസിലായിരുന്നപ്പോൾ ആരോ ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് അറിയിക്കാനായിട്ട് നിൻ്റെ ഭാര്യയോട് പറയുന്നു. നീ വരുമ്പോൾ അത് നിന്നെ അറിയിക്കണമെന്ന്. നീ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ നിൻ്റെ ഭാര്യ അത് നിന്നോട് പറയാൻ പൂർണ്ണമായും മറന്നു. നിങ്ങൾ എന്ത് ചെയ്യും? നിനക്കൊരു പക്ഷേ $25,000 കിട്ടാൻ കഴിയുന്ന ഒരു കോൺട്രാക്റ്റിൻ്റെ കാര്യമാണെന്ന് കരുതൂ. അവളത് പറയാൻ മറന്നു. അതുകൊണ്ട് ലോകം മുഴുവനും ഇല്ലാതാകുമോ? നിനക്ക് പറയാൻ കഴിയുമോ? ശരി, വിട്ടുകളയുക. നമ്മുടെ ലക്ഷ്യം യേശുവിനെ നിയമിക്കുന്നതാണ്, ഈ ലോകത്തിൽ ഒത്തിരി പണം ഉണ്ടാക്കുന്നതല്ല. നീ അത് പറയാൻ മറന്നുപോയോ? ദൈവം അത് പറയണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ നീ അത് പറഞ്ഞേനെ. ആ $25,000 വേണ്ടാന്ന് ദൈവം തീരുമാനിച്ചു കാണും. അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലായിരുന്നു. അതിൽ ചില നന്മകൾ കാണുക. ദൈവം സകലതും നമ്മുടെ നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്തും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുകയാണ്. നമ്മൾ ശ്രദ്ധയുള്ളവരാകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഭാര്യ അടുത്ത പ്രാവശ്യം ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധയുള്ളവരായിരിക്കണം. എന്നാൽ ഭർത്താവ് അതിൽ നിരാശപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ നീ നിൻ്റെ ഭർത്താവിനോട് അടുപ്പ വെച്ചിരിക്കുന്നു നോക്കിക്കോണമെന്ന് പറഞ്ഞു. നീ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും അത് മുഴുവൻ കരിഞ്ഞുപോയി. സാരമില്ല. പ്രിയപ്പെട്ടവളെ, ഇന്ന് നമുക്ക് ബ്രെഡും ബട്ടറും കഴിക്കാം. ഇന്നത്തെ അത്താഴത്തിന് ഞാൻ ചിന്തിക്കുന്നു, നമ്മൾ ഭക്ഷണത്തെ ഒത്തിരി സ്നേഹിക്കുന്നു. നിശ്ചയമായിട്ടും രാവിലെ നീ ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പേ പ്രഭാത ഭക്ഷണം തയ്യാറാക്കാൻ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല. കർത്താവെ, ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് ഉപവസിക്കേണ്ട ദിവസമാണെന്ന്. ഞാൻ ഉപവസിച്ചിട്ട് അനേക നാളുകളായെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഇന്ന് ഞാൻ ഉപവസിക്കും. പ്രഭാത ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് നീ മരിച്ചു പോകുമെന്നില്ല. നീ മരിക്കില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഒരു സൗരഭ്യം വരും. അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുമ്പം നീ ഇപ്രകാരമുള്ള മനുഷ്യനാകും. ഒരിക്കലും ഒരിക്കലും പരാതിപ്പെടാത്ത ഒരു മനുഷ്യനെന്നുള്ള പേര്. ഒരു കാര്യത്തെപ്പറ്റിയും ഉന്നതമായത് ലക്ഷ്യം വയ്ക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഗൗരവമായിട്ട് വിധിക്കുക. നീ ആഴമായിട്ട് ക്ഷമ ചോദിക്കുക. നീ ഏതെങ്കിലും കാര്യം പറയാൻ മറന്നുപോയാൽ, അത് മുഖാന്തരം വേറൊരാൾ മുറിപ്പെട്ടു പോയാൽ, നീ ഒരു കാര്യം ചെയ്യാഞ്ഞതുകൊണ്ട്, എന്നാൽ നീ മറ്റൊരാളെയും വിധിക്കുകയില്ല. നീ കരുണയുള്ളവനായിരിക്കും. ഇങ്ങനൊരു ഭവനത്തെപ്പറ്റി ചിന്തിച്ചു നോക്കിയേ. വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള മാതാപിതാക്കളെ കണ്ടു വളരുന്നു. അവർ വളർന്നു വരുമ്പോൾ അവരും അവരുടെ കുടുംബം ഇതുപോലെ പണിയും. അപ്പനും അമ്മയും പണിതതുപോലെ ഒരു കുടുംബം ഞങ്ങൾക്കും പണിയണം. അതുപോലെ അവർ പറയും, ഞങ്ങൾക്കും സഭ പണിയണം. ചിന്തിച്ചു നോക്കൂ, തലമുറകൾ തലമുറകളായിട്ട്. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ക്രിസ്തുവിൻ്റെ സൗരഭ്യത്താൽ നിങ്ങൾ പിടിക്കപ്പെടുമെന്ന്. ഇത് ആ തീയ്ക്ക് തുല്യമായ കാര്യമാണ്. എന്നാൽ അതൊരു ക്രമമാണെങ്കിൽ നീ പണിയുന്നത് ഒരു മരിച്ച കാര്യമായിരിക്കും. അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് അപമാനമായിരിക്കും. അതിൻ്റെ ക്രമമെല്ലാം ശരിയാണെങ്കിലും ശരിയായ പാട്ടുകൾ, RLCFൻ്റെ പാട്ടുകൾ, ആ പാട്ടുകൾ തന്നെ ഞങ്ങൾ പാടുന്നു. ആ ക്രമം പാലിക്കുന്നു. രണ്ടാളുകൾ ആദ്യം സംസാരിക്കുന്നു, പിന്നെ മറ്റുള്ളവർ. എന്നാൽ മരണം മാത്രമായിരിക്കും. ക്രിസ്തുവിൻ്റെ ഈ സൗരഭ്യവാസന അന്വേഷിക്കുക. അതാണ് ആ തീ. അത് ഒരു ദിവസം കൊണ്ട് വരത്തില്ല. ഈ സുഗന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ എത്ര നാൾ എടുക്കുമെന്നറിയാമോ? പല ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് പല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇതിന് വില. നിങ്ങൾ എന്തെങ്കിലും കാര്യം കൂട്ടിച്ചേർത്ത് ഒരു ചായ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ കഴിയില്ല. ചൂടുവെള്ളത്തിൽ തീവായി കിട്ട പോലെ. ഈ സൗരഭ്യവാസന അതുപോലെ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമല്ല. അതിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ഒരു വില മേടിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. അതാ സ്ത്രീയുടെ ശരീരത്തുനിന്ന് വരുന്ന സുഗന്ധത്തെക്കാൾ, ഞാൻ ഉദ്ദേശിച്ചത് ആ പെർഫ്യൂമിനേക്കാൾ, ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയ്ക്ക് നിത്യമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ആ സഭയിലിരിക്കുന്ന ആളുകളിൽ. അതിന് നിങ്ങളൊരു പ്രസംഗകനാകണ്ട. നിന്റെ സ്വഭാവത്തിൽ നീ ക്രിസ്തുതുല്യനായിരുന്നാൽ മതി. നിന്റെ വീട്ടിൽ, നിന്റെ രഹസ്യ ജീവിതത്തിൽ,
നീ അവിടെ ഇരിക്കുന്നതിലൂടെ മാത്രം ക്രിസ്തുവിൻ്റെ ഈ സൗരഭ്യവാസന അവിടെ പരക്കും. നീ നിന്റെ വായെ തുറക്കേണ്ട ആവശ്യമില്ല. നിന്റെ വായ തുറക്കാതെ തന്നെ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന വ്യാപരിക്കും. നീ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ? കർത്താവേ, എനിക്കത് വേണമെന്ന് പറയുമോ? പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം.